കർത്താവിൻ്റെ ദാസൻ തുടർന്നുള്ള സമയം വചന ശുശ്രൂഷയ്ക്കായിട്ട് പ്രതീഷ് പാസ്റ്ററെ മുന്നോട്ട് ക്ഷണിക്കുന്നു. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദിവസത്തിലായിരിക്കാം. കർത്താവ് നമ്മളെ സഹായിക്കും. ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട ഞായറാഴ്ച നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ കടന്നു വരുവാൻ, ദൈവത്തെ ആരാധിപ്പാൻ, മഹത്വപ്പെടുത്തുവാൻ, സ്തുതിപ്പാനെല്ലാം ഒരവസരം കൂടെ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ നൽകി തന്നതിനെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ദൈവത്തിലായിരിക്കും ദൈവദാസൻ ശേഷം നിങ്ങൾക്കെല്ലാവർക്കും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനത്തെ ഞാൻ പ്രാരംഭമായി അറിയിക്കുന്നു. അല്പസമയത്ത് ചിന്തയ്ക്ക് വേണ്ടി നമുക്ക് ദൈവവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. 2 കൊരിന്ത്യർ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 7 മുതൽ 12 വരെയുള്ള വാക്യം നമുക്ക് വായിക്കാം. 2 കൊരിന്ത്യർ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 7 മുതൽ 12 വരെയുള്ള വേദഭാഗം. എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമെന്നല്ല, ദൈവത്തിന്റെ ദാനത്തിന് വരേണ്ടതിന് ഈ വിധി ഞങ്ങൾക്ക് മൺപാത്രങ്ങളിലാകുന്നു ഉള്ളത്. ഞങ്ങൾ സകല വിധത്തിലും യേശുവിന്റെ മരണം ശരീരത്തിൽ എപ്പോഴും വഹിക്കുന്നു. ഞങ്ങളുടെ മരണവും നിങ്ങളിൽ ജീവനും വ്യാപരിക്കുന്നു. മതി. വളരെ പരിചിതമായ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവവചനമാണ് നമ്മൾ വായിച്ചത്, കേട്ടത്. ഈ കൊരിന്ത്യർ ലേഖനത്തിൻ്റെ പശ്ചാത്തലങ്ങളിലേക്ക് ഞാൻ അധികം പോകുന്നില്ല. നമ്മുടെ സമയം നമുക്ക് മുൻപിൽ അധികമില്ല. ഞാൻ പശ്ചാത്തല ഭാഗങ്ങളിലേക്ക് പോകുന്നില്ല. എങ്കിലും ചെറിയൊരു സൂചനയോടുകൂടെ ഞാൻ ഈ വേദഭാഗത്തിലേക്ക് വരാം. കൊരിന്തിലെ സഭ എന്ന് പറയുന്നത് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു സഭയായിരുന്നു. ആ സഭയിൽ നമ്മൾ ഒന്ന് കൊരിന്ത്യർ ലേഖനം വായിക്കുമ്പോൾ ആ സഭയുടെ പ്രത്യേകതകളെക്കുറിച്ചൊക്കെ നമുക്ക് കേൾക്കാൻ, വായിച്ചറിയാനായിട്ട് പറ്റുന്നുണ്ട്. ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട സഭ, എല്ലാ വിധത്തിലുമുള്ള ആത്മീക വരങ്ങളുള്ളൊരു സഭ, എല്ലാ വിധത്തിലും ശുശ്രൂഷകൾക്ക് പ്രാതിനിധ്യം കൊടുക്കുന്ന ഒരു സഭ, അങ്ങനെ ഉണ്ടായിരുന്നൊരു സഭ. ആ സഭയിലായിരുന്നു വിഭാഗീയതയുണ്ടായിരുന്നത്, ഭിന്നതയുണ്ടായിരുന്നത്, അധാർമികതയും ഉണ്ടായിരുന്നത്. ഇത് വളരെ വളരെ പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ആ കൊരിന്തിലെ സഭയുടെ പശ്ചാത്തലത്തെ വെച്ചുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അന്യഭാഷയുണ്ട്, ഭാഷാപരം. നമ്മൾ ആ 13-ാം അധ്യായമൊക്കെ വായിക്കുന്നുണ്ടല്ലോ, അല്ലേ? നിങ്ങൾക്ക് അല്ലേ സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞു വരുന്ന ഭാഗങ്ങളിൽ വ്യക്തമായിട്ട് അവിടെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് അല്ലേ മലകളെ നീക്കാൻ തക്ക വിശ്വാസം ഉണ്ടെങ്കിലും സ്നേഹമില്ലെങ്കിൽ നിങ്ങൾ ഏതുമില്ല. ചുമ്മാ ഒച്ചയെടുക്കുന്ന അല്ലേ മുഴങ്ങുന്ന ചെമ്പിനോ ചിലമ്പുന്ന കൈത്താളത്തിന് അത്രയേ ഉള്ളൂ എന്നൊക്കെ പറയുന്ന ആ ഭാഗങ്ങളിൽ വ്യക്തമായ സഭയിലെ സ്ഥിതിയെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരു ഭാഗത്ത് സഭയിൽ ഭയങ്കര ആത്മീകമായ വ്യത്യാസമുള്ള, ആത്മീകമായ ശുശ്രൂഷകളുള്ള ഒരു സഭ. എന്നാൽ അതേ സമയത്ത് മറ്റൊരു ഭാഗത്ത് കാണുന്നത് വളരെ അധാർമികമായിട്ട് തകർന്ന ഒരു സഭ കൂടിയായിരുന്നു. ഏത്? കൊരിന്തിലെ സഭ. ആ കൊരിന്ത് പട്ടണത്തിലെ ആ സഭയുടെ അതിനൊരു കാരണം കൂടി ഉണ്ട് കേട്ടോ. ആ സഭ അങ്ങനെ ആകാനുള്ള കാരണമുണ്ട്. കൊരിന്ത് പട്ടണം എന്ന് പറയുന്ന അന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും വ്യാപാരപരമായിട്ട് എന്താ പറയുക, നമ്മൾ ഇന്നത്തെ പറയുന്നത് മെട്രോപൊളിറ്റൻ പട്ടണമായിരുന്നു ഈ കൊരിന്ത് എന്ന് പറയുന്നത്. അപ്പോൾ ആ പട്ടണത്തിനുള്ള സംസ്കാരത്തിൻ്റെ സ്വാധീനത എവിടെ ഉണ്ടായിരുന്നു? സഭയ്ക്കകത്തുണ്ടായിരുന്നു. അത് സ്വാഭാവികമാണ്. നമ്മളിപ്പോൾ നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ വെള്ളയും അല്ലേ, പിന്നെ ചുരിദാർ ഫുൾ, പിന്നെ എന്താ പറയുക, സ്ലീവ്ലെസ് ആയ ചുരിദാറൊക്കെ ഇട്ടൊക്കെ നമ്മൾ ചോദിക്കുള്ളൂ. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കത് പറ്റത്തില്ല. കാര്യം ഇവിടുത്തെ കാലാവസ്ഥയ്ക്കനുസരിച്ച് നമ്മൾ ഡ്രസ്സ് ചേഞ്ച് ആയിട്ടുണ്ട്. ഇതുമായിട്ട് നമ്മൾ നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ നാട്ടുകാർ നമ്മൾ പറയും, അവൻ അവിടെ പോയിട്ട് വന്നതിൻ്റെ മാറ്റം ഇവിടെ ഉണ്ടായി. പോയതേ പോയി അല്ലേ, പോയപ്പോഴേ ഞങ്ങൾ വിചാരിച്ചു ഈ പരുവത്തിലേ വരുള്ളൂ എന്നുള്ളത് ഞങ്ങൾ ചിന്തിച്ചു. അത് അങ്ങനെ തന്നെയായി. അപ്പം അങ്ങനെയാണ് എന്താ പറയുക. അപ്പം പക്ഷേ അതിനും ഒരു പരിധിയുണ്ട്. അത് പറയാൻ വേണ്ടിയാണ് ഞാനിതങ്ങ് വെച്ചത്. ഇവിടുത്തെ മാറ്റങ്ങളുണ്ട്, ഇവിടുത്തെ കാലാവസ്ഥയുണ്ട്, കാര്യങ്ങളൊക്കെ ശരിയാണ്. പക്ഷേ ദൈവമക്കൾക്ക് അതിനും എന്തുണ്ട്? ചില നിയമങ്ങൾ ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ അങ്ങനെയുള്ള ഈ സ്വാധീനത, സംസ്കാരത്തിൻ്റെ സ്വാധീനത സഭയ്ക്കകത്ത് വന്നപ്പോൾ ആ മാറ്റങ്ങൾ ഇവരുടെ ആത്മീക ജീവിതത്തെ വല്ലാതെ ബാധിച്ചു. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ സഭയിൽ 2 തട്ടുണ്ടാകും. എന്താണ്? സാധാരണ ഒരു ഭാഗത്തൊരു ഓർത്തഡോക്സ് പിന്നെ ചിന്താഗതി ഉള്ളവരുണ്ടാവും സഭയിൽ, ഓർത്തഡോക്സ് ചിന്താഗതി ഉള്ളവർ. മറുഭാഗത്ത് അല്പം നവീനമായിട്ടുള്ള ചിന്താഗതി, ഒരു പുത്തൻ ചിന്താഗതി ഉള്ളവർ മറുഭാഗത്തുണ്ടാവും. ഇവർ തമ്മിലുള്ള ക്ലാഷ് എപ്പോഴും എവിടെ ഉണ്ടാകും? സഭയിൽ
ഉണ്ടാകും. അതെല്ലാ കാലത്തും നമ്മൾ അതാണല്ലോ ന്യൂജൻ എന്നുള്ളതും അല്ലേ. ഓർത്തഡോക്സ് നമ്മൾ ഈ പറയുന്ന ന്യൂജൻ സഭകളും നമ്മുടെ പരമ്പരാഗത ബന്ധക്കോസ്, വാക്ക് ഉപയോഗിക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല, എങ്കിൽ കൂടെയും പരമ്പരാഗത ബന്ധക്കോസും തമ്മിലുള്ള ഈ ക്ലാഷിൻ്റെ പ്രശ്നങ്ങൾ അവിടെയാണ് വരുന്നത്. ന്യൂജനെ സംബന്ധിച്ചോളം അല്പം അഡോപ്റ്റേഷൻ ഈ സമൂഹത്തിൻ്റെ കുറേ കാര്യങ്ങൾ അഡോപ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ടെൻഡൻസി അവർക്കുണ്ടാവും. കാര്യം അവർക്ക് ഇത് ഈ പ്രസ്ഥാനത്തെ നിലനിർത്തി കൊണ്ടുപോകണം. മറ്റവരെ സംബന്ധിച്ചോളം അങ്ങനെയല്ല. ഞങ്ങൾ പണ്ട് ഞങ്ങളുടെ അപ്പൂപ്പന്മാർ പായയിലിരുന്ന് വന്നതിൻ്റെ തഴമ്പുള്ളവരാണ്, അതിൻ്റെ ബാക്കിലുണ്ട് വന്നവരാണ്, അപ്പം ഞങ്ങൾക്ക് ഇതിനെയൊന്നും അംഗീകരിക്കാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ സ്വാഭാവികമായും ഈ രണ്ട് തരത്തിലുള്ളൊരു ക്ലാഷ് സഭയ്ക്കകത്ത് വന്നു. ഇനി രണ്ട് വിഭാഗം ഒരു സഭയ്ക്കകത്തുണ്ടായാൽ മൂന്നാമതൊരു വിഭാഗം ഉണ്ടാവും എന്നുള്ളത് എന്താണ് ഉറപ്പാ? അവരാരായിരിക്കും? ഞങ്ങൾ ഇതിലൊന്നും പെട്ടവർ അല്ല, ഞങ്ങൾക്ക് അവരും വേണ്ട, ഞങ്ങൾക്ക് ഇവരും വേണ്ട, ഞങ്ങൾ ഇവരിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളവർ, ഞങ്ങൾ നേരെ എങ്ങോട്ട് പോകാനുള്ളവരാണ്, മുകളിലോട്ട് പോകണം. അപ്പോൾ മൂന്നാമതൊരു വിഭാഗം കൂടെ ഓട്ടോമാറ്റിക്കായിട്ട് ഉണ്ട്. അപ്പോൾ ചിന്തിച്ചോണം, ഒരു സഭയിൽ വിഭാഗീയത ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ എത്ര ഗ്രൂപ്പ് ഉണ്ടാവും? അറ്റ്ലീസ്റ്റ് കുറഞ്ഞത് 3 ഗ്രൂപ്പ് ഉണ്ടാവും. അങ്ങനെ 3 തുടക്കത്തിലുണ്ടാവുള്ളൂ, പിന്നീട് അത് 3 എത്തായി മാറും, അത് പിന്നെ മൾട്ടിപ്ലൈ ചെയ്യും. അപ്പം ഞാൻ അതാണ്. അപ്പം അങ്ങനെ ഒരു പശ്ചാത്തലം ഈ കൊരിന്തിലെ സഭയ്ക്കുണ്ടായി. അതാണ് ഈ 1-ാം അധ്യായത്തിലൊക്കെ നമ്മൾ കാണുന്നത്. ക്രിസ്തു വിഭാഗിക്കപ്പെട്ടിരിക്കുന്നുവോ എന്നൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങൾ അവിടെയാണ്. ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. അപ്പം അങ്ങനെ കുറേ സംഭവങ്ങൾ ഇങ്ങനെ കണ്ട് അതിനെ ഇങ്ങനെ പൗലോസ് ഇങ്ങനെ അരിഞ്ഞ് കളയാണ് സഭയ്ക്കകത്ത്. ഇങ്ങനെ ആദ്യം പതുക്കെ അവരെ ഒന്ന് മയപ്പെടുത്തി, നിങ്ങൾ ഇങ്ങനെ അവരെ ഹൈറ്റിൽ ഇങ്ങനെ കൊണ്ടുപോയി നിർത്തി. അതാണ് ഈ 1-ാം ലേഖനത്തിലേക്ക് നമ്മൾ വരുന്നത്. അങ്ങനെ ഹൈറ്റിലൊക്കെ അവിടെ കൊണ്ടുപോയി നിർത്തിയതിന് ശേഷം പിന്നെ പതുക്കെ അവരോട് പറയാണ്, നിങ്ങൾ മൊത്തത്തിൽ എന്താണ് പോക്കാണ്, ഈ കാണുന്നൊന്നുമല്ല. അതിനെ ഞാൻ പിന്നീട് പറയാം, പിന്നീട് ഒരു സമയത്ത് അതിൻ്റെ കാരണം എന്നതിനെക്കുറിച്ച്. അപ്പോൾ അങ്ങനെ അവരുടെ ആ സഭയിലെ അത്തരം സ്വഭാവങ്ങളെ മാറ്റി കൊണ്ടുവരുന്ന ഒരു ലേഖനമാണ് ഈ കൊരിന്തിലെ ലേഖനം എന്ന് പറയുന്നത്. അതിൻ്റെ പശ്ചാത്തലങ്ങളിൽ പറഞ്ഞു വന്ന് രണ്ടാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടെ തിയോളജിക്കലി ദൈവശാസ്ത്രപരമായ കുറച്ച് ഇൻസൈറ്റ്സുകൾ, കുറച്ച് എന്താ പറയുക, വെളിച്ചം ഈ ദൈവമക്കളിലേക്ക് അല്ലെങ്കിൽ ദൈവസഭയ്ക്ക് കൊടുക്കുകയാണ്. അങ്ങനെ പറഞ്ഞു വരുന്നതിനകത്ത് ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ പൗലോസ് പറഞ്ഞു വരുന്ന ഒരു 2 അധ്യായങ്ങളാണ് ഈ പറയുന്ന 3-4 അധ്യായങ്ങൾ. പുതിയ നിയമസഭയുടെ ശുശ്രൂഷ എങ്ങനെയാണെന്നും ആ ശുശ്രൂഷയിൽ വെളിപ്പെട്ട് വരേണ്ടത് എന്താണെന്നും അതിൽ നിന്നുണ്ടാകുന്ന ദൈവമക്കളുടെ പ്രത്യേകതകൾ എന്താണെന്നുള്ളതിനെക്കുറിച്ചൊക്കെ വിശദീകരിക്കുന്ന കുറച്ച് സംഭവങ്ങളാണ്, കുറച്ച് കാര്യങ്ങളാണ് ഈ 3-4 അധ്യായങ്ങളുള്ളത്. 4-ാം അധ്യായത്തിലേക്ക് നമ്മളിപ്പോൾ വായിച്ച പോർഷൻ മാത്രം എടുത്താൽ അവിടെ പറയുന്നത് ഇങ്ങനെയാണ്. പൗലോസ് പറയാണ്, എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമല്ല എന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് എവിടെയാ? മൺപാത്രങ്ങളിൽ അത്രേ ഉള്ളത്. പൗലോസ് പറയുന്നത് അവിടെ ദൈവശക്തിയെക്കുറിച്ചുള്ള, അവിടെ നമുക്ക് സ്വകാര്യ അഹങ്കാരമാണല്ലോ ദൈവശക്തിയിലുള്ള നമ്മുടെ എന്താ പറയുക, ദൈവശക്തി നമുക്കുണ്ടെന്നുള്ളത് ആ സ്വകാര്യ അഹങ്കാരമാണല്ലോ. അത് തന്നെയാണ് ഒരു സഭയിലെ എന്ന് എടുത്തു പറയാനായിട്ടുള്ളത്. സഭയുടെ പിന്നെ കമ്മിറ്റിക്കാരൊന്നുമല്ല സഭയുടെ സ്വകാര്യ അഹങ്കാരം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സഭയിലെ പാസ്റ്ററും അല്ല സ്വകാര്യ അഹങ്കാരം എന്ന് പറയുന്നത്. ഇനി ഹോള് നല്ല വലിയതായാലും വലിയ കഥയൊന്നും അതിനകത്ത് അതൊന്നും അഹങ്കരിക്കാൻ പറ്റിയ അല്ലെങ്കിൽ നമുക്ക് അഭിമാനിക്കാൻ പറ്റിയ കാര്യമൊന്നുമല്ല. മറിച്ച് എന്താണ് ഒരു സഭയെ പിന്നെ അഭിമാനമുള്ളതാക്കി തീർക്കുന്നത്, ശക്തിയുള്ളതാക്കി തീർക്കുന്നത്? ആ സഭയിലെ ദൈവപ്രവൃത്തി, ദൈവശക്തിയുടെ വ്യാപാരം, ആ സഭയിൽ കൂടെ വെളിപ്പെട്ട് വരുന്ന ദൈവശക്തിയുടെ പ്രദർശനത്തെ ാണ് ആ സഭയുടെ സ്വകാര്യ അഹങ്കാരം എന്ന് പറയാനായിട്ട് കഴിയുന്നത്, അല്ലേ? അപ്പോൾ ദൈവമക്കൾ ഒരുമിച്ച് കൂടി നിൽക്കുന്ന ആ ദൈവീകമായ ആ വലിയൊരു അനുഭവം, ദൈവീക ശക്തിയുടെ, പൗലോസ് ഇവിടെ പറയാണ്, ഈ ശക്തി, ഈ അത്യന്ത ശക്തി, ഈ വലിയ ശക്തി എവിടെയാണ് തന്നിരിക്കുന്നത്? മൺകൂടാരങ്ങളിലാണ് തന്നിരിക്കുന്നത്. ഇതിനെ നിക്ഷേപമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമെന്നല്ല, ദൈവത്തിൻ്റെ ദാനം അത്രയെന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് എവിടെയാണുള്ളത്? മൺപാത്രങ്ങളിലാണുള്ളത്. നമ്മൾ ഇത് എഴുതുന്ന കാലഘട്ടം നമുക്കറിയാം. ഈ ബൈബിൾ എഴുതുന്ന കാലഘട്ടം ഏകദേശം 1500 വർഷങ്ങൾക്ക് പുറകിൽ എഴുതിയ ഒരു പുസ്തകമാണ് നമ്മളിന്ന് ഉപയോഗിക്കുന്നത്. ഈ പുസ്തകം 1500-ലധികം പുറകിലുണ്ട് ഇത് എഴുതിയ പുസ്തകം. അന്ന് നമ്മൾ ഈ പറയുന്ന ഇന്നത്തെ പോലത്തുള്ള ലോക്കറൊന്നുമില്ല. അന്നത്തെ നിക്ഷേപങ്ങളെല്ലാം പിന്നെ സ്വരൂപിച്ച് വെച്ചിരുന്നത് എവിടെയായിരുന്നു? മൺപാത്രങ്ങളിലാണ്. എത്ര മൂല്യമുള്ള വസ്തുവാണെങ്കിലും അതെവിടെയാണ് സൂക്ഷിച്ചിരുന്നത്?
മൺപാത്രങ്ങളിലാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ പിന്നെ പഴയ കുഴിമാടങ്ങളൊക്കെ തോണ്ടിയെടുക്കുമ്പം അവിടെ നിന്ന് കിട്ടുന്ന എന്തായിരിക്കും, ആദ്യം കിട്ടുന്നത് എന്തായിരിക്കും, ഒരു കുടത്തിൻ്റെ വക്കോ ഒക്കെ ആയിരിക്കും. പിന്നെയാണ് നമ്മൾ ഇത് കുടമാണെന്ന് അറിയുമ്പോൾ പതുക്കെ പതുക്കെ അതിനെ മാറ്റിയെടുത്ത് പിന്നെ ഉള്ളിലേക്ക് ചെല്ലുമ്പോഴായിരിക്കും അതിനുള്ളിൽ എന്തുണ്ടാകുക, പഴയ കാലത്തെ പിന്നെ എന്താ പറയുക, അന്നത്തെ പിന്നെ കോയിൻസോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആഭരണങ്ങൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിച്ചിരുന്നത് എവിടെയാണ്? ഈ മൺകൂടാരങ്ങളിലാണ്. ഇനി എൻ്റെ ചോദ്യമെന്ന് പറയുന്നത്, സത്യത്തിൽ ഈ മൺകൂടാരം ഈ മൺപാത്രം എന്ന് പറയുന്നതിന് അത്ര വലിയ വാല്യൂ ഒന്നും വരുന്നില്ല. ഇതിന് വാല്യൂ ഉണ്ടാകുന്നത് എപ്പോഴാണെന്നറിയോ? ഈ മൺപാത്രത്തിന് നമ്മളിപ്പോൾ ഒരു കടയിൽ നിന്ന് ഒരു കുടം മേടിച്ചുകൊണ്ട് പോകുമ്പോഴത്തേക്കും ആ കുടത്തിന് അന്നേരം അത്ര വലിയ വാല്യൂ ഒന്നും വരുന്നില്ല. പക്ഷെ ആ കുടത്തിനകത്ത് എന്തിരിക്കുന്നു എന്നതിനനുസരിച്ചാണ് അതിനെന്ത് വരുന്നത്, വാല്യൂ വരുന്നത് പലപ്പോഴും, അല്ലേ? വാല്യൂ വരുന്നത്. ഇനി ഈ അതേ പ്രയോഗം തന്നെയാണ് ഇവിടെ പൗലോസ് ഈ ലേഖനത്തിൽ കൂടെ എഴുതിയിരിക്കുന്നത്. നിങ്ങൾ വെറും മൺപാത്രം മാത്രമാണ്, നിങ്ങൾക്ക് പറയാൻ പ്രത്യേകിച്ച് വാല്യൂ ഒന്നും എന്തില്ല, ഇല്ല, പ്രത്യേകിച്ച് വാല്യൂ ഒന്നും എടുത്തു പറയത്തക്ക വാല്യൂ ഒന്നും നിങ്ങൾക്കില്ല. പക്ഷെ നിങ്ങൾക്ക് വാല്യൂ വന്നത് എപ്പോഴാണെന്നറിയോ? നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിനൊരു മൂല്യം വന്നത്, നിങ്ങൾക്ക് അർത്ഥം വന്നത്, ഇതിന് വാല്യൂ വന്നത് എപ്പോഴാണെന്നറിയാവോ? ഈ നിക്ഷേപം നിങ്ങളിൽ വന്നപ്പോഴാണ് നിങ്ങൾ ആരായി മാറിയത്? മൂല്യമുള്ളവരായി മാറിയത്, നിങ്ങൾക്ക് വിലയുള്ളവരായി മാറിയതെന്ന് ഇവിടെ പൗലോസ് പറയാണ്. അഭിമാനിച്ച് എന്തെങ്കിലുമൊക്കെ നമുക്കൊക്കെ നമ്മൾ അഭിമാനിക്കുന്നത് എങ്ങനെയാണ്? എനിക്ക് ഇന്നതുണ്ടെന്ന് പറയാനായിട്ടല്ലേ മനുഷ്യരാകുന്ന നമ്മളൊക്കെ പറയാൻ അഭിമാനിക്കുക എങ്ങനെയാണ്? ഞാൻ അങ്ങനെയാണ്, അല്ലേ? ഇനി നമ്മൾ ഉപയോഗിക്കാൻ പാടില്ലാത്ത നമ്മുടെയൊക്കെ ഈ ഇപ്പോഴത്തെ ഈ കല്യാണാലോചനകളിലൊക്കെ നമ്മൾ കാണാറുള്ള എഴുതാറുള്ളതല്ലേ, ക്നാനായ കത്തോലിക്ക വിഭാഗത്തിൽ നിന്നും പെന്തക്കോസിലേക്ക് വന്ന യുവതി നമ്മൾ എഴുതാറുള്ളേ. അപ്പം അതിനകത്ത് നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? പെന്തക്കോസിനേക്കാളും ഇച്ചിരി മുന്തി നിൽക്കുന്ന എന്താണ്? ക്നാനായ. അതുകൊണ്ടല്ലേ നമ്മൾ അങ്ങനെ എഴുതുന്നത്. പെന്തക്കോസ് യുവതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾക്ക് മനസ്സിലാക്കും. ഇനി വേണമെങ്കിൽ എഴുതിക്കോ IPC സഭാംഗം എന്ന് വേണമെങ്കിൽ എഴുതിക്കോ, നോ പ്രോബ്ലം. ഒരു ഇൻഡിപെൻഡൻ്റ് നല്ലെന്ന് കൂട്ടാൻ വേണ്ടി അങ്ങനെ നമ്മൾ കൂട്ടിക്കോ. IPC എന്നോ AG എന്നോ ചർച്ച് ഓഫ് കോഡോ. പക്ഷെ അത് വരത്തില്ല. യാക്കോബായ സമുദായത്തിൽ നിന്ന്. അപ്പോൾ നമ്മളാരാണ്? അപ്പം നമ്മളൊക്കെ ഈ എടുത്തു കാണിക്കാൻ ആഗ്രഹിക്കുന്നതെന്ന് ഞാൻ ആരാണെന്നുള്ളത് ഒന്ന് വെളിപ്പെടുത്തണം. എന്നെ ഒന്ന് ഉയർത്തി കാണിക്കണം. ഞാൻ ഏത് കുടുംബത്തിലാണെന്നൊന്ന് ഉയർത്തി കാണിക്കണം. ബൈബിൾ പറയാണ് അങ്ങനല്ല. നിങ്ങൾ ഈ ഇരിക്കുന്ന അവസ്ഥയിൽ നിങ്ങൾക്കൊരു മൂല്യവും എവിടെയും കിട്ടുന്നില്ല. ഒറ്റ മൂല്യം പോലും നിങ്ങൾക്ക് കിട്ടുന്നില്ല. പക്ഷെ നിങ്ങൾക്ക് എന്തെങ്കിലും മൂല്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വന്നത് മുഖാന്തരം, ദൈവത്തിന് നിങ്ങളോട് കരുണ തോന്നിയത് മുഖാന്തരം, ദൈവത്തിൻ്റെ സാന്നിധ്യം നിങ്ങളിൽ വസിച്ചത് കൊണ്ട് മാത്രം ഉണ്ടായതെന്നാണ് പൗലോസോടെ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. അത് തന്നെയായിരിക്കണം നമ്മുടെ സ്വകാര്യ അഹങ്കാരം എന്ന് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് പൗലോസ് പറയാണ് ഇവിടെ, ഈ നിക്ഷേപം ഈ മൺപാത്രങ്ങളിലാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. ഇതിനൊരു പ്രശ്നം ഇനി ഇതിനകത്ത് വേറൊരു കാര്യം കൂടെ ഉണ്ട്. നമ്മുടെ ഏറ്റവും വിലപ്പെട്ടതൊന്ന് ഈ മൺപാത്രത്തിലിട്ടെന്നിരിക്കട്ടെ. നമ്മൾ പഴയ കാലത്തിലേക്ക് പോകണം കേട്ടോ, ഇപ്പോഴത്തെ അല്ല. നമ്മളൊരു രാജകുടുംബത്തിലെ അംഗമാണ് എന്ന് വിചാരിച്ചിരിക്കുക, അല്ലേ? രാജഗുരു അങ്ങനെ നമ്മളൊരു വലിയ അതാണല്ലോ നമുക്ക് ഇതിനും. അല്ലാണ്ട് ആരെങ്കിലും കൊണ്ടുപോയിട്ട് അരപ്പവൻ്റെ മോതിരം കൊണ്ടുപോയിട്ട് കുടത്തിലിട്ടിട്ട് ആരെങ്കിലും കൊണ്ടുപോയി വെക്കുമോ, സൂക്ഷിച്ച് വെക്കുമോ? ഇല്ല. അപ്പം നമ്മൾ ഉദാഹരണം എടുക്കുമ്പോൾ അതിന് അറ്റ്ലീസ്റ്റ് കുറച്ചൊരു സ്റ്റാൻഡേർഡ് വേണ്ടേ? അപ്പം നമ്മളെല്ലാവരും ഒരു രാജകുടുംബത്തിൽ അംഗങ്ങളാണെന്നിരിക്കട്ടെ, അങ്ങനെ വെച്ചോളൂ. അപ്പം നമ്മുടെ കയ്യിൽ കുറേ വസ്തുക്കളുണ്ട്, നമ്മുടെ കാലം തീരാറായെന്ന് അങ്ങ് ചിന്തിക്കുക. പക്ഷേ ഇതാർക്കും കൊടുക്കാൻ നമുക്ക് താല്പര്യമില്ല. ഇത് ഒരുത്തിനും കൊള്ളാം, എൻ്റെ തലമുറയ്ക്കും കൊടുക്കാൻ താല്പര്യമില്ല, ഒരുത്തിനും എനിക്ക് ശേഷം വരുന്ന ഒരുത്തിനും എടുക്കാൻ താല്പര്യമില്ലെന്നിരിക്കട്ടെ. നമ്മൾ എന്ത് ചെയ്യും ഇതെല്ലാം കൂടെ ആദ്യം? അങ്ങനെയാണ് ഈ നിധികളൊക്കെ വന്നത് കേട്ടോ. ഒരുത്തിനും കൊണ്ടുപോകണ്ട, ഇത് ഞാനും കൊണ്ടുപോകില്ല, അത് പോണ വഴി പൊക്കോട്ടെന്ന് വെച്ച്. അപ്പം നമ്മളിതെല്ലാം ചെയ്യും, കുടത്തിലേക്ക് ഇടും. ഇനി ഈ കുടത്തിലേക്ക് ഇട്ടെന്നിരിക്കട്ടെ, ആ മൂമെൻ്റ് മുതൽ നമ്മൾ എന്ത് ചെയ്യും? ഈ കുടത്തിനെ അത്ര ഗൗരവമായിട്ട് ഇതിനെ എന്ത് ചെയ്യും? നമ്മൾ സൂക്ഷിക്കും. എന്താണെന്നറിയാവോ? ഇപ്പം ഈ കുടത്തിന് എന്തുണ്ട്? ഒരു വാല്യൂ ഉണ്ട്, മൂല്യമുണ്ട്, അല്ലേ? ഇത് തകരാതെ നോക്കണം, ഇത് ഉടയാതെ നോക്കണം. ഇതിനകത്തുള്ളതിന് എന്തുണ്ട്? പ്രാധാന്യമുണ്ട്. നിങ്ങൾക്ക് എത്ര മനസ്സിലാക്കുമെന്ന് ഞാൻ, എത്രത്തോളം നിങ്ങളതിനെ ഗ്രഹിക്കുന്നു ഞാൻ ചിന്തിക്കട്ടെ. നിങ്ങൾ ഈ അകത്തുള്ളതിന് വാല്യൂ കൊടുക്കുന്നുണ്ടെങ്കിൽ ഈ പുറത്തുള്ളതിനും എന്തുണ്ടായിരിക്കണം? നമ്മൾ എക്സ്ട്രാ കെയർ നമ്മൾ കൊടുത്തിരിക്കണം. അതാണ് അതിന് ഞാൻ പറഞ്ഞു വരാൻ ആഗ്രഹിക്കുന്നത്. അകത്തുള്ളതിന് നമുക്കൊരു വാല്യൂ ഇല്ലെങ്കിൽ നമുക്ക് എങ്ങനെയാകാം? നമുക്ക് എന്തും ആകാം, നമുക്ക് എങ്ങനെയും ആകാം, നമുക്കാരുമായിട്ട് എന്ത് ചെയ്യാം?
ജീവിക്കാനായിട്ട് പറ്റും അല്ലേ? പക്ഷെ അകത്തുള്ളതിനെക്കുറിച്ച് ബോധ്യമുള്ളവനെ സംബന്ധിച്ചിടത്തോളം അവൻ മനസ്സിലാക്കുന്നൊരു കാര്യമുണ്ട്, എൻ്റെ പ്രവൃത്തികൾ ഇങ്ങനെ ആകാൻ പാടില്ല. കാര്യം എന്താ? ഇത് അകത്തിരിക്കുന്ന വസ്തുവിനെ അല്ലെങ്കിൽ അകത്തിരിക്കുന്ന മൂല്യത്തെ ബാധിക്കുന്നു എന്നുള്ള ബോധ്യമുണ്ടാകണം അല്ലേ? അതാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുക, പൗലോസ് പറയുന്ന കുറേ വാക്യങ്ങളുണ്ട് ബൈബിളിനകത്ത്. നിങ്ങൾ വിലയ്ക്ക് വാങ്ങിയിരിക്ക കൊണ്ട് ഇനി നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല. പൗലോസ് പറയുന്ന വാക്കാണ്, പ്രയോഗമുണ്ട്. ഇനി നിങ്ങൾ വിലയ്ക്ക് വാങ്ങിയിട്ടുള്ളവരാകൊണ്ട് ഇനി നിങ്ങൾ എന്തല്ല താന്താങ്ങൾക്കുള്ളവർ അല്ല, നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയവന് വേണ്ടിയുള്ളവരാണ്. ഈ പ്രയോഗങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ ജീവിക്കുന്ന ആർക്ക് വേണ്ടിയിട്ടാണെന്നറിയോ? ആർക്ക് വേണ്ടിയിട്ടാ? നമ്മൾ എങ്ങനെ നമുക്ക് വേണ്ടി ജീവിക്കുക എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നത് അല്ലേ? എങ്ങനെ നമുക്ക് വേണ്ടി ജീവിക്കുക. നമ്മൾ മറന്നു എന്ത്? നമ്മളെ ഒരാൾ വാങ്ങിയെന്നുള്ളത് നമ്മൾ എന്ത് ചെയ്തു? മറന്നു. എങ്ങനെ വാങ്ങിയതാ? ചുമ്മാ വാങ്ങിയതല്ല നമ്മളെ. എന്നാ ഇങ്ങനെ ഈ ചന്തയിലൊക്കെ പോകുമ്പോൾ നല്ല സാധനങ്ങളെയൊക്കെ ആൾ കാശ് കൊടുത്ത് മേടിച്ചുകൊണ്ട് പോയി, പിന്നെ അവസാനം ചെന്നിങ്ങനെ കറങ്ങി തിരിഞ്ഞ് നിൽക്കുന്നവരുണ്ടാവും, ഈ തട്ടിപ്പ് വെട്ടുകാരൊക്കെ. എന്നിട്ട് അവനെച്ചാൽ എങ്ങനെയും കുറഞ്ഞ വിലയ്ക്ക് കിട്ടുന്ന ഒരെണ്ണത്തിനെ വാങ്ങിച്ചുകൊണ്ട് വരാനായിട്ട് പോയി നിൽക്കുന്ന അങ്ങനെ വാങ്ങിയതല്ല നമ്മളെ. ഏത്? വേസ്റ്റ് ആയതുകൊണ്ട് ഒരു വിലയും കൊടുക്കാതെ ഏറ്റവും കുറഞ്ഞ വില കൊടുത്ത് വാങ്ങിച്ചുകൊണ്ട് വന്നതല്ല, മറിച്ച് സ്വർഗത്തിൽ ഉന്നതനായിരുന്നവൻ, ഒരു പാപം ചെയ്യാത്തവൻ, നീതിമാനായിരുന്ന ദൈവം തൻ്റെ അവസാനത്തുള്ളി രക്തം, നീതിമാന്റെ രക്തം മുഴുവൻ ഊറ്റിത്തന്നിട്ട് അവൻ്റെ ജീവൻ്റെ വില തന്ന് വാങ്ങിയെടുത്തവരാണ് ഞാനും നിങ്ങളും എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയേണ്ടവരാണ്. അത്ര വിലയുള്ള ഒരു ജീവിതത്തിലേക്ക് വേണ്ടിയാണ് ദൈവം നമ്മളെ രക്ഷിച്ചിരിക്കുന്നത്, ദൈവം നമ്മളെ നീക്കിയിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം. അത്ര വിലയുള്ളവരാണ് നമ്മൾ. കർത്താവൻ, നിങ്ങളും ചിന്തിച്ചു നോക്കിയേ, ഒരു നീതിമാനായ ഒരു മനുഷ്യൻ്റെ രക്തം എനിക്ക് വേണ്ടിയിട്ടൊഴുക്കുകയാണ്. എന്നിട്ട് എനിക്ക് പകരം എനിക്ക് വേണ്ടി വില കൊടുത്തിട്ട് എന്നെ വാങ്ങിക്കുകയാണ് ഇങ്ങോട്ട്. അപ്പോൾ അവിടെ ആ വിലയ്ക്ക് അല്ലെങ്കിൽ ആ കൊടുത്ത മൂല്യം, അതിനുള്ള എത്ര പ്രാധാന്യമുണ്ടെന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ. ഇത്രയും വലിയ വില കൊടുത്ത് വാങ്ങിയിരിക്കുന്ന എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും ദൈവവചനം പറയുക, ഇനി നിങ്ങൾ താന്താങ്ങൾക്ക് ഉള്ളവരല്ല. നിങ്ങൾ ജീവിക്കുന്നത് ആർക്ക് വേണ്ടിയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? വിലയ്ക്ക് വാങ്ങിയവന് വേണ്ടി, ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ വേണ്ടിയാണ്. പ്രിയരെ, നമ്മൾ എവിടെയുമാകട്ടെ, നമ്മൾ അയർലൻഡിലോ അല്ലെങ്കിൽ നമ്മൾ ചെക്കോസ്ലോവാക്യയോ അല്ലെങ്കിൽ നമ്മൾ എവിടെയുമാകട്ടെ, ചെക്ക് റിപ്പബ്ലിക്കോ ജപ്പാനോ ഓസ്ട്രേലിയയോ, ഇനിയുള്ള മൈഗ്രേഷൻസ് ഒക്കെ അങ്ങനെയായിരിക്കുമല്ലോ. നമ്മൾ എവിടെയും ആകട്ടെ, പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഒരു കാര്യം മനസ്സിൻ്റെ അകത്ത് എന്നും എഴുതിയിടണം, എൻ്റെ കർത്താവ് എന്നെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നവനാണ്. ഇനി ഞാൻ എനിക്ക് വേണ്ടി ജീവിക്കാൻ വേണ്ടിയുള്ളവനല്ല, എന്നെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നവന് വേണ്ടി ജീവിക്കാനുള്ളവനാണെന്നുള്ള ബോധ്യത്തിലായിരിക്കണം നമ്മുടെ ഓരോ ജീവിതവും, നമ്മുടെ ഓരോ ചലനം, നമ്മുടെ ഓരോ പ്ലാനിങ്ങുകളും അങ്ങനെയായിരിക്കണം. എന്നെ വിലയ്ക്ക് വാങ്ങിയവന് വേണ്ടി ഉള്ളതാണെന്നുള്ള ബോധ്യം നമുക്കുണ്ടായിരിക്കണം. അവരുടെ പൗലോസ് പറയാണ്, നിങ്ങൾക്ക് ഈ വലിയ ശക്തി, ഇത്രയും വലിയൊരു നിക്ഷേപം എവിടെയാണ് തന്നിരിക്കുന്നത്? മൺപാത്രങ്ങളിൽ. പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്നിരിക്കുന്നത് എപ്പോൾ വേണേലും ഉടഞ്ഞു പോകാവുന്ന ഈ മണ്ണിലാണ്, ഈ മൺപാത്രങ്ങളിലാണ്. ഒരു യോഗ്യതയും പറയാനില്ലാത്ത ഈ മണ്ണിനകത്ത് ഇനി തന്നിരിക്കുന്നത്. ഇനി അടുത്ത വാക്യത്ത് എന്താണ് ഈ ആത്മാവിനെ നമുക്ക്, അല്ലെങ്കിൽ ഈ അത്യന്ത ശക്തി നമ്മളിലേക്ക് വന്നതുകൊണ്ടുള്ള ഗുണം? അതാണ് ഇനി അടുത്ത പൗലോസോട് പറഞ്ഞിരിക്കുന്നത്. ഈ അത്യന്ത ശക്തി നിങ്ങളിലുണ്ട്, ഒരു നിക്ഷേപമായിട്ടുണ്ടല്ലോ. എന്തിനാ ഇത് നിങ്ങളെ നിക്ഷേപിച്ചിരിക്കുന്നത് എന്നുള്ളത് അറിയണ്ടേ? അതിന് പൗലോസ് വായിച്ചിരിക്കുന്ന അടുത്ത വാക്യം വായിച്ചേ. ഓക്കെ, നിർത്താം. ഒന്നാമത് തുടങ്ങിയാണ് പൗലോസ് പറയാണ്, ഈ നിക്ഷേപമുള്ള കാലത്തോളം ഞങ്ങൾ സകല വിധത്തിലും എന്താണ് കഷ്ടം സഹിക്കുന്നവരെങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല. ഇവിടെ വേണമെങ്കിൽ നമുക്ക് ഈ ന്യൂ ജനറേഷൻ ചിന്തകളോട് വേണമെങ്കിൽ നമുക്ക് ഒന്നൊന്ന് ഏറ്റുമുട്ടാൻ വേണമെങ്കിൽ, നമ്മളിപ്പം പറയുന്നത് കർത്താവിലേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്തില്ലെന്നാ പറയുന്നത്? കഷ്ടമില്ല അല്ലേ? നിങ്ങൾ കാറും കൊണ്ട് വന്നു കഴിഞ്ഞാൽ, അല്ല കാറല്ല, സൈക്കിളും കൊണ്ട് വന്നു കഴിഞ്ഞാൽ, മോട്ടോർ സൈക്കിളെ നമുക്ക് തുടങ്ങാം അല്ലേ? മോട്ടോർ സൈക്കിളും കൊണ്ട് പോകാം. മോട്ടോർ സൈക്കിളും കൊണ്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാറും കൊണ്ട് പോകാം. കാറും കൊണ്ട് വരുന്നവൻ നിർത്തി. ഓക്കെ, അങ്ങനെ പറഞ്ഞു. പിന്നെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ എവിടെ നമുക്ക് യാത്ര ചെയ്യാവുള്ളൂ ദൈവമക്കൾ? ബിസിനസ് ക്ലാസ്സിൽ അല്ലേ? അതല്ലേ വലുത്. ബിസിനസ് ക്ലാസ്സിൽ നമുക്ക് യാത്ര ചെയ്യേണ്ടവരാണ്. കർത്താവ് യാത്ര ചെയ്ത് എവിടെയാണ്?
കഴുതപ്പുറത്ത്. അത് പോട്ടെ, അത് കർത്താവിൻ്റെ കാലഘട്ടമാണല്ലോ. അപ്പോൾ ഇതിനോട് നമുക്ക് വേണമെങ്കിൽ ഒന്ന് ചെറുതായിട്ട് ഏറ്റുമുട്ടാം. ഇവിടെ പറയാണ്, നിങ്ങൾക്ക് ഈ നിക്ഷേപം തന്നിട്ടുണ്ടെങ്കിലും പൗലോസ് പറയാണ്, കഷ്ടമില്ലാത്തവരായിരിക്കാൻ വേണ്ടിയിട്ടല്ല ഈ നിക്ഷേപം നിങ്ങൾക്ക് തന്നിരിക്കുന്നത്, അല്ലേ? അവിടെ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാ? നിങ്ങൾ സകല വിധത്തിലും കഷ്ടമനുഭവിക്കുന്നവരെങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല. അപ്പോൾ ഈ ആത്മാവെന്ന് പറയുന്ന നിക്ഷേപം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ കഷ്ടമില്ലാതിരിക്കുന്നതല്ല അതിൻ്റെ തെളിവെന്ന് പറയുന്നത്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇച്ചിരൂടെ നമുക്ക് വേണമെങ്കിൽ അതിനെ ഒരു എന്താ പറയുക, എക്സ്ട്രീമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, സകല വിധത്തിലുമുള്ള കഷ്ടങ്ങൾ നമ്മളിലുണ്ടെങ്കിൽ നമുക്കൊന്ന് വേണമെങ്കിൽ ഒന്ന് ഗണിക്കാം, ആത്മാവിൻ്റെ പ്രവർത്തനം അവിടെ നടക്കുന്നുണ്ട്, നമ്മളിൽ നടക്കുന്നുണ്ട്. പക്ഷേ ഈ കഷ്ടമില്ലാതിരിക്കുന്നതല്ല ആത്മാവുള്ളവൻ്റെ ലക്ഷണം. പിന്നെ എന്താണ്? കഷ്ടങ്ങളിൽ ഇടുക്കമില്ലാതിരിക്കുന്നതാണ് ഒരാത്മാവുള്ളവൻ്റെ ലക്ഷണം എന്ന് പറയുന്നത്. അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. കഷ്ടങ്ങളില്ലെന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്നതിനേക്കാൾ നല്ലത് സകല കഷ്ടങ്ങളിലും ഇടുക്കമില്ലാത്തവരായിരിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ, പ്രിയരെ, അതിനാണ് ഈ മൺപാത്രം നമുക്ക് ഈ നിക്ഷേപം തന്നിരിക്കുന്നത്. ഈ ഉടഞ്ഞു പോകുന്ന ഈ മൺപാത്രത്തിനകത്ത് ഈ നിക്ഷേപം നമുക്ക് തന്നിരിക്കുന്നത് എന്തിനാണെന്നറിയാവോ? നമ്മൾ ഇടുക്കമുള്ളവരായിരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലേ? ഇനി നമ്മൾ ചിന്തിച്ച് നോക്കിയേ, നമുക്ക് ഒരു ചെറിയ പ്രശ്നം വന്നാൽ മതി, നമ്മുടെ എല്ലാ വാതിലുകളും നമ്മൾ എന്ത് ചെയ്യും? കുട്ടിയടയ്ക്കും, അല്ലേ? ചെറിയ പ്രശ്നം വന്നാൽ മതി. ഒരാളൊന്ന് നോക്കി ചിരിച്ചില്ലെങ്കിൽ കൂടെയും നമ്മുടെ മുഖം എങ്ങനെയാവും? കറക്കും. പിന്നെ അവനെ നമ്മൾ 4 പ്രാവശ്യം നോക്കി ചിരിക്കാതിരുന്നിട്ടാണ് 5ാമത്തെ പ്രാവശ്യം നമ്മൾ ക്ഷമ പറഞ്ഞിട്ട് നോക്കി ചിരിക്കത്തുള്ളൂ. പകരം തീർക്കണമല്ലോ, ക്ഷമ പറയും നമ്മൾ. പക്ഷെ 4 പ്രാവശ്യം അവന് മനസ്സിലാക്കണം, അവൻ എന്നെ നോക്കി അന്ന് ചിരിക്കാതിരിച്ചതിൻ്റെ ഫലമാണ് ഞാൻ ഈ 4 പ്രാവശ്യം ചിരിക്കാതിരുന്ന് മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ കർത്തൃമാശ എടുക്കും, നമ്മൾ ചിരിച്ച് കാണിക്കുകയും ചെയ്യും. അതാണ് നമ്മളെന്ന് പറയുന്നത്. അതാണ് നമ്മുടെ ഹൃദയത്തിൻ്റെ വിശാലത എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും? ഈ 4 ആഴ്ചയും ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? പാട്ടും പാടും, കൈയടിക്കും നമ്മളല്ലേ. ഇതാണ് നമ്മുടെ പ്രത്യേകത. പൗലോസ് പറയാണ്, അതിനല്ല ഈ ആത്മാവിനെ നിങ്ങൾക്ക് തന്നിരിക്കുന്നത്, അതിനു വേണ്ടിയിട്ടല്ല. എന്തെല്ലാം വന്നാലും, ജീവിതത്തിൻ്റെ പ്രയാസങ്ങൾ അനുഭവിച്ചു വന്നാലും, പ്രിയരെ, ഇടുക്കമില്ലാതെ വണ്ണം വിശാലമായൊരു ജീവിതം എനിക്കും നിങ്ങൾക്കും മുമ്പിലുണ്ടെങ്കിൽ ആ ജീവിതാനുഭവങ്ങൾ മുൻപോട്ട് നയിക്കാൻ വേണ്ടിയാണ് ആത്മാവിനെ നമുക്കുള്ളിൽ തന്നിരിക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യം നാം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ സകല വിധത്തിലും കഷ്ടം അനുഭവിക്കാൻ വിട്ടുകൊടുത്തിട്ട് ഒട്ടും ഇടുക്കമില്ലാത്തവരായി ജീവിക്കാൻ കഴിഞ്ഞാൽ, അവിടെയാണ് ഞാൻ ആദ്യം പറഞ്ഞത്, അകത്തുള്ളതിന് ഞാനും നിങ്ങളും വാല്യൂ കൊടുക്കുന്നുണ്ടെന്നുള്ളതിന് അർത്ഥമാവുന്നുള്ളൂ. നമ്മൾ എന്നിൽ തന്നിരിക്കുന്ന ഒരു പരിശുദ്ധാത്മാവിനെ, ഒരു അത്യന്ത ശക്തിയെ, ഒരു ദിവ്യശക്തിയെ, അതിന് ഞാൻ പ്രാധാന്യം കൊടുക്കുന്ന എപ്പോഴാണെന്നറിയാവോ? എല്ലാം നഷ്ടപ്പെട്ടു പോയാലും എൻ്റെ ദൈവത്തിൻ്റെ പ്രവൃത്തികൾക്കും ദൈവത്തിൻ്റെ വഴികൾക്കും എന്നിൽ ഒരു തടസ്സവുമില്ലെന്ന് തെളിയിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അവിടെയാണ് നമ്മളൊരു വിജയകരമായൊരു ജീവിതം നയിക്കുന്നത് എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടൊരു ഉദാഹരണമാണ് ഇയ്യോബിൻ്റെ. പുതിയ നിയമത്തിൽ നിന്ന് പഴയ നിയമത്തിലേക്ക് ഞാനൊന്ന് പോവുകയാണെങ്കിൽ ഒരു ഉദാഹരണം മാത്രം അങ്ങ് പറയാം. വേറൊരു വ്യക്തി എടുത്ത് കാണിക്കാൻ നമുക്ക് കാണണമല്ലോ, നമുക്ക് മനസ്സിലാവുന്നേ, അല്ലേ? ഇയ്യോബിനെ നമ്മൾ നോക്കുമ്പോൾ എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടായിരുന്ന ഒരു മനുഷ്യൻ, എല്ലാം ഉണ്ടായിരുന്ന, എല്ലാ സന്തോഷവും. ഇനി സൗഭാഗ്യങ്ങൾ ഉണ്ടായിരുന്ന അല്ല, ആത്മീക ജീവിതവും അതുപോലെ ഉന്നതമായ ഒരു ആത്മീക ജീവിതം ഉണ്ടായിരുന്നു. എല്ലാ മക്കളെയും വിളിച്ച് എല്ലാ ആഴ്ചയിലും കൂടി അവന് ദൈവത്തിന് യാഗം അർപ്പിക്കുന്ന, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന, സന്തോഷത്തോടുകൂടി ജീവിക്കുന്ന, ആത്മീകമായി ഉണർന്ന് ജീവിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചോളം ഒരു സുപ്രഭാതത്തിൽ എല്ലാം നഷ്ടമായി, സകലതും നഷ്ടമായി, ശരീരം നഷ്ടമായി, എല്ലാവരും ഇട്ടേച്ചു പോയി. എല്ലാം നഷ്ടമായി തീർന്ന സമയത്തും ആരെ മുറുകെ പിടിച്ചു? ഇയ്യോബ് ദൈവത്തെ മുറുകെ പിടിച്ചെന്ന് കാണാൻ സാധിക്കുന്നത്. അവൻ്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ പ്രവൃത്തികൾക്കോ ദൈവത്തിനോ എന്ത് ചെയ്തില്ല? ഒരല്പം പോലും ഇടുക്കമുണ്ടായിരുന്നില്ല എന്ന് കാണുവാൻ സാധിക്കുന്നു. പ്രിയരെ, ഇതാണ് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൻ്റെ ഏറ്റവും ഭാഗ്യകരമായ അവസ്ഥ എന്ന് പറയുന്നത്. നമ്മൾ പ്രതീക്ഷിക്കാത്തത് സംഭവിക്കും, നമുക്കിഷ്ടമില്ലാത്തത് ജീവിതത്തിൽ വരും, നമ്മൾ ഒരിക്കലും ഇതെൻ്റെ ജീവിതത്തിൽ വരാനേ പാടില്ലായിരുന്നു എന്ന് തോന്നുന്നത് പോലും ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചെന്ന് വരാം. അങ്ങനെ സംഭവിക്കുന്ന സമയത്തും കർത്താവിൻ്റെ പ്രവൃത്തിക്ക് വേണ്ടി ഒരല്പം പോലും ഇടുക്കമില്ലാത്ത ഒരു വിശാലമായ ഒരു വാതിൽ തുറന്നിടാൻ എനിക്കും നിങ്ങൾക്കും കഴിയണമെന്നുള്ളതാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതിനാണ് ഈ നിക്ഷേപം നമ്മളിൽ തന്നിരിക്കുന്നത് എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ സകല വിധത്തിലും കഷ്ടം അനുഭവിക്കുന്നവരെങ്കിലും എന്ത് ചെയ്യുന്നില്ല? ഇടുങ്ങിയിരിക്കുന്നില്ല. രണ്ടാമത്തത്, ബുദ്ധിമുട്ടുന്നവരെങ്കിലും
നിരാശപ്പെടുന്നില്ല. ബുദ്ധിമുട്ടുന്നവരെങ്കിലും നിരാശപ്പെടുന്നില്ല. നിങ്ങളൊന്ന് ചിന്തിച്ചേ, നമുക്ക് ഈ പരിശുദ്ധാത്മാഭിഷേകം ലഭിച്ചതിന് ശേഷം നിരാശ വരാതിരുന്ന ഒരു ദിവസമെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് ചിന്തിച്ച് നോക്ക്. അല്ലേ? നിരാശ നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു ചിന്തകൻ പറഞ്ഞിരിക്കുന്നത് പിശാചിൻ്റെ ഏറ്റവും ഏറ്റവും തേഞ്ഞു തീർന്നതും എന്നാൽ ഇപ്പോഴും മൂർച്ചയുള്ളതുമായ ഒരു ആയുധമാണ് ഏത്? നിരാശ എന്ന് പറയുന്നത്. കരിമ്പുള്ളി ഇത് ഉപയോഗിച്ചു. നമ്മൾ കണ്ടില്ലേ, പഴയ കാലത്തെ പാടത്ത് പണിയെടുക്കുന്നത് തൂമ്പ കണ്ടിട്ടില്ല നിങ്ങൾ? ഡെയിലി പണിത് എന്ത് ചെയ്യും? തൂമ്പ ശരിക്കും തേഞ്ഞു പോകും. പക്ഷെ അതിൻ്റെ അറ്റം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നല്ല വെട്ടി തിളങ്ങി നിൽക്കും. കാര്യം എന്താ? അത് ഡെയിലി അതിനകത്ത് അല്ലേ മണ്ണിൽ പണിയെടുക്കുന്നുണ്ട്, നന്നായിട്ട് പണി എന്ന് പറഞ്ഞ പോലെയാണ് പിശാച് എല്ലാവരിലും പ്രയോഗിച്ച് തേഞ്ഞ് തീർന്ന് ചെറിയൊരു മന മാത്രമേ ഉള്ളൂ. പക്ഷെ ഇന്നും അതിനെന്തുണ്ട്? ശക്തിയുണ്ട്. അതാണ് ഇന്ന് പലപ്പോഴും നമ്മൾ ചെറിയൊരു കാര്യം മതി നമ്മൾ എന്ത് ചെയ്യാനായിട്ട്? നിരാശപ്പെടാൻ. ദൈവം പറയാണ് അങ്ങനല്ല. നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകളുണ്ടാകാം, പക്ഷേ ആ ബുദ്ധിമുട്ടുകളിൽ നിങ്ങൾക്ക് എന്തുണ്ടാകാൻ പാടില്ല? നിരാശയുണ്ടാകാനായിട്ട് പാടില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ദൈവം ഞാൻ വിചാരിക്കുന്നു കർത്താവ് ഏറ്റവും അധികം വിഷമിക്കുന്ന, യേശുവിൻ്റെ ഹൃദയത്തിന് ഏറ്റവും വേദന ഉണ്ടാക്കുന്നൊരു കാര്യമായിരിക്കാം എൻ്റെയും നിങ്ങളുടെയും നിരാശ എന്ന് പറയുന്നത്. കാരണം എന്താ? കർത്താവ് പറഞ്ഞു, ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, അത് ലോകം തരുന്നത് പോലെയല്ല. അങ്ങനെ പറഞ്ഞൊരു സമാധാനം നമുക്ക് തന്നിട്ട് പോയൊരു നല്ല നാഥൻ, ആ കർത്താവ് ഇന്നും ജീവിക്കുന്നവനായിട്ടുള്ളപ്പോഴാണ് ഞാനും നിങ്ങളും ഇച്ചിരി കാര്യങ്ങളിൽ എന്ത് ചെയ്യുന്നത്? നിരാശപ്പെടുന്നവർ. അപ്പോൾ ഇവിടെ പറയാണ്, ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്, ഇല്ലായ്കയില്ല, എല്ലാ വിധത്തിലുള്ള ബുദ്ധിമുട്ടുണ്ട്, പക്ഷെ എന്തില്ല? ഞങ്ങൾക്ക് നിരാശയില്ല. പൗലോസ് പറയാണ്, ഞങ്ങൾക്ക് ഒരു വിധത്തിലുമുള്ള നിരാശയില്ല. അപ്പോൾ ഈ പരിശുദ്ധാത്മാവ് നമ്മളിൽ തന്നിരിക്കുന്നതിൻ്റെ ആ നിക്ഷേപത്തിൻ്റെ വാല്യൂ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നത് എപ്പോഴാണെന്നറിയോ? എപ്പോഴാ? നിരാശപ്പെടാതിരിക്കുന്നതിലല്ല, ബുദ്ധിമുട്ട് വരുമ്പോഴും എന്ത് ചെയ്യണം? നിരാശപ്പെടാതിരിക്കുന്നതിലാണ്. അല്ലേ? ബുദ്ധിമുട്ട് വരുമ്പോൾ നിരാശപ്പെടാതിരിക്കുമ്പോഴാണ് നമ്മൾ അതിന് വാല്യൂ കൊടുക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. ഇനി അടുത്തത്, ഉപദ്രവം അനുഭവിക്കുന്നവരെങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല. ഇത് പൗലോസ് പറയുന്നത്, പൗലോസിൻ്റെ നമുക്കറിയാം, പൗലോസ് യാത്ര ചെയ്ത ജീവിതത്തിൻ്റെ അനുഭവങ്ങളെക്കുറിച്ച് നമുക്കറിയാം. പൗലോസ് പറയാണ്, ഞാൻ കടലിലുള്ള ആപത്ത്, അല്ലേ, കള്ളന്മാരുള്ള സഹോദരന്മാരുള്ള ആപത്ത്, കാട്ടിലെ ആപത്ത്, ഇനി പറയാത്തൊന്നുമില്ല, ചമ്മട്ടി, കല്ലേറ്, ഇങ്ങനെ പല വിധത്തിലുള്ള എന്ത് ചെയ്തിട്ടുണ്ട്? ഉപദ്രവങ്ങൾ താൻ അനുഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഇത്രയും ഉപദ്രവങ്ങൾ അനുഭവിക്കുമ്പോഴും ഒരൊറ്റ പ്രാവശ്യം പോലും മനസ്സിൽ നിന്ന് ചോദിച്ചിട്ടില്ല പൗലോസ്, കർത്താവേ നീ എന്നെ അറിയുന്നില്ലല്ലോ, ഇതെന്തേ എനിക്കിങ്ങനെ വന്നതെന്നുള്ള ചോദ്യം പൗലോസിൻ്റെ നാവിൽ നിന്ന് വന്നിട്ടില്ല. കാര്യം എന്താ? പൗലോസിനറിയാം, ഇതൊക്കെ ഉണ്ടെങ്കിലും ഞാൻ എന്ത് ചെയ്യുന്നില്ല? ഉപേക്ഷിക്കപ്പെട്ടിട്ടില്ല. ആരാൽ? ദൈവത്താൽ ഉപേക്ഷിക്കപ്പെട്ടിട്ടില്ല എന്നുള്ള ബോധ്യം പൗലോസിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന കാണാൻ സാധിക്കുന്നത്. പലപ്പോഴും നമ്മൾ ചോദിച്ചിട്ടുണ്ട് കടലിലെയും കള്ളന്മാരുള്ള ആപത്താലൊന്നുമല്ല, ചെറിയ കാര്യങ്ങളിൽ പോലും നമ്മൾ ദൈവത്തോട് ചോദിച്ചിട്ടുണ്ട്, കർത്താവേ നീ എന്നെ അറിയുന്നില്ല, നീ എന്നെ കാണുന്നില്ല എന്ന് പോലും നമ്മൾ ചോദിച്ചിട്ടുണ്ട്. അല്ലേ? പക്ഷെ അങ്ങനെ ചോദിക്കുന്നതല്ല ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. അതിനല്ല ഈ അത്യന്ത ശക്തി നമ്മളിൽ തന്നിരിക്കുന്നത്. മറിച്ച് എല്ലാ വിധത്തിലുമുള്ള ഉപദ്രവം ഉണ്ടായാലും എന്ത് ചെയ്യാൻ പാടില്ല? നമ്മൾ ഉപേക്ഷിക്കപ്പെട്ടവരാണെന്നുള്ള ബോധ്യം ഉണ്ടാകാൻ പാടില്ല, തോന്നൽ ഉണ്ടാകാൻ പാടില്ല. മറിച്ച് എന്നെ അറിയുന്നൊരു ദൈവമുണ്ടെന്നുള്ള തോന്നൽ, ഉറപ്പ്, ബോധ്യം എനിക്കും നിങ്ങൾക്കും ഉണ്ടായിരിക്കണം. ആ ബോധ്യത്തിൽ ജീവിക്കാനാണ് ഈ ആത്മാവിനെ നമുക്ക് തന്നിരിക്കുന്നത് എന്നുള്ളത് ഞാനും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ദൈവത്തിൻ്റെ നിക്ഷേപം നമ്മളിലുണ്ട് എന്നുള്ളതിൻ്റെ തെളിവ് ഉപദ്രവങ്ങളില്ലാതിരിക്കുന്നതോ കഷ്ടങ്ങളില്ലാതിരിക്കുന്നതോ ഉപേക്ഷിക്കപ്പെടാതിരിക്കുന്നതോ ഒന്നും അല്ല. മറിച്ച് ഇത്തരം സന്ദർഭങ്ങളിൽ നമുക്ക് ഇടുക്കമില്ലാതിരിക്കുന്നവരായി തീരുന്നുണ്ടെങ്കിൽ അവിടെയാണ് ഈ ആത്മാവിൻ്റെ ശക്തി നമ്മളിൽ വ്യാപരിക്കുന്നുള്ളൂ എന്നുള്ളത് ഞാൻ നിങ്ങളും തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. വേഗം അടുത്ത ഭാഗത്തിലേക്ക് വരാം. അടുത്ത വാക്യം വായിച്ചേ. വീണ് കിടക്കുന്നവരെങ്കിലും എന്ത് ചെയ്യുന്നില്ല? നശിച്ച് പോകുന്നില്ല. ഇത് വീണ് കിടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന പോലെ അല്ല. നമ്മൾ പറയാനല്ല, കർത്താവിന് എന്നെക്കുറിച്ച് അറിയാമല്ലോ, ഞാൻ ബലഹീനനും അല്ലേ താഴ്ചയും വീഴ്ചയും ഒക്കെ ഉള്ള ഒരു മനുഷ്യനാണ്, ദൈവത്തിന് അറിയാലോ എന്ന് പറഞ്ഞ് അങ്ങനെ വീഴ്ചകൾ താഴ്ചകൾ എന്ന് പറയാനുള്ള വീഴ്ചയെ കുറിച്ചല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ പൗലോസ് പറഞ്ഞിരിക്കുന്നത് അടികിട്ടി
എഴുന്നേക്കാൻ പറ്റാതെ വണ്ണം, സ്വന്തം കാലിൽ ഊന്നി നിൽക്കാൻ പറ്റാതെ വണ്ണം വീണ് പോയി കിടക്കുന്ന അവസ്ഥയെക്കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ കൃപയിൽ നിന്ന് തെന്നി മാറിക്കിടക്കുന്നതിനെ കുറിച്ചല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ വീണ് കിടക്കുന്ന ഒരു വ്യക്തി ആയിരുന്നിട്ട് കൂടെയും പറയാണ്, ഞങ്ങൾ എന്ത് ചെയ്യുന്നില്ല, നശിച്ചു പോകുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിശ്വാസം ഞാൻ എന്ത് ചെയ്തിട്ടില്ല, ഉപേക്ഷിച്ചിട്ടില്ല. ജീവിതത്തിൻ്റെ എല്ലാം പോയാലും, ഞാനേ പോയാലും ദൈവമേ, ഞാൻ നശിച്ചു പോകാനായിട്ട് എൻ്റെ ജീവനെ ഞാൻ എന്ത് ചെയ്തിട്ടില്ല, വിട്ടുകൊടുത്തിട്ടില്ല. അതിനാണ് ഈ നിക്ഷേപം എന്നിലും നിങ്ങളിലും തന്നിരിക്കുന്നത് എന്നുള്ളത് ഞാനും നിങ്ങളും തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. ഇതൊക്കെ ഞാൻ എന്തിനാ പറയുന്നതെന്ന് അറിയാവോ? ഞാനും നിങ്ങളും എത്രത്തോളം വാല്യൂ ഈ നിക്ഷേപത്തിന് കൊടുക്കുന്നുണ്ടെന്നുള്ളത് ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒന്നുകൂടി ഒന്ന് ചിന്തിക്കാൻ വേണ്ടി, ഒരു പുനർചിന്തനത്തിന് വേണ്ടി ഒന്ന് ഹൃദയത്തെ വിട്ടുകൊടുക്കാൻ വേണ്ടിയാണ്. പ്രിയരെ, നമ്മളൊരു സാറ്റിസ്ഫൈഡ് ആയ ഒരു ജീവിതത്തിൽ പോകാൻ വേണ്ടിയല്ല നമുക്ക് ഈ നിക്ഷേപം തന്നിരിക്കുന്നത്. ഇതിൻ്റെ വാല്യൂ മനസ്സിലാക്കിക്കൊണ്ട് ഒരിക്കൽ പോലും നിരാശപ്പെടാതെ ജീവിക്കാൻ നമുക്ക് കഴിയുമോ? എങ്കിലാണ് നമ്മൾ ഈ അത്യന്ത ശക്തിയുടെ സ്വാധീനതയിൽ ഞാനും നിങ്ങളും ജീവിക്കുന്നുണ്ട് എന്ന് പറയുവാനായിട്ട് കഴിയുള്ളൂ. അപ്പോൾ വീണ് കിടക്കുന്നെങ്കിലും എന്ത് ചെയ്യുന്നില്ല, ഞങ്ങൾ നശിച്ചു പോകുന്നില്ല. അടുത്ത വാക്യം വായിച്ചേ. യേശുവിന്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടേണ്ടതിന് യേശുവിന്റെ മരണം ശരീരത്തിൽ എപ്പോഴും വഹിക്കുന്നു. ഈ വാക്ക് വളരെ പ്രധാനപ്പെട്ട വാക്യമാണ്. യേശുവിന്റെ ജീവൻ ഞങ്ങളുടെ മർത്യ ശരീരങ്ങളിൽ വെളിപ്പെടേണ്ടതിന് പിന്നെ യേശുവിന്റെ മരണം ശരീരത്തിൽ എപ്പോഴും വഹിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ആരാ ഈ മരണം വഹിക്കുന്നവരാരാ? മരണം വഹിക്കുക എന്നല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്, അല്ലേ? ആരാ ഈ മരണം വഹിക്കുന്നവരാരാണ്? ഒരു ഉദാഹരണം ഞാൻ പറയാം. നമ്മൾ തീവ്രവാദികളെ കുറിച്ച് കേട്ടിട്ടില്ലേ? തീവ്രവാദികൾ, ആ തീവ്രവാദി ഇപ്പോൾ പാകിസ്ഥാനിൽ നമുക്ക് എടുക്കാം, നമ്മുടെ ഇന്ത്യയിലും ഡേറ്റ് വിടുന്ന ഒരു തീവ്രവാദിയെ ട്രെയിൻ ചെയ്ത് വിടുകയാണ്. എന്നിട്ട് അവൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് എന്താണെന്നറിയാവോ? നീ ഇത്രാം തീയതി ഇത്രാം മാസം പിന്നെ ബാംഗ്ലൂർ ചെല്ലുക, അവിടെ ഒരു ബസ് സ്റ്റേഷനിൽ ചെല്ലുക, അവിടെ ഒരു ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് ആളുകൾ കൂടി നിൽക്കുന്നുണ്ടാവും, അവിടെ 150 പേര് കൂടിയിരിക്കുന്ന ഇടയിലേക്ക് ഇനി ചെല്ലണം. എന്നിട്ട് എന്ത് ചെയ്യണം? ബ്ലാസ്റ്റ് ചെയ്യണം. എങ്ങനെ? നീ അടക്കം ബ്ലാസ്റ്റ് ചെയ്യണം. അവനെ ട്രെയിൻ ചെയ്യാണ്. അപ്പോൾ അവനെ റിക്രൂട്ട് ചെയ്ത് 1 മാസമായിട്ട് ഇവന് ട്രെയിനിങ് ചെയ്യാണ്. ഇവനെ റിക്രൂട്ട്മെന്റ് ചെയ്ത് ഈ 1 മാസം അവന് ട്രെയിനിങ് കൊടുക്കുമല്ലോ, ആ ദിവസം മുതൽ ഇവന്റെ മിഷൻ കംപ്ലീറ്റ് ആകുന്ന ദിവസം വരത്തേക്കും ശരിക്കും അവൻ എന്താ ചെയ്യുന്നതെന്നറിയോ? എന്താ ചെയ്യുന്നവൻ? അവൻ മരണം വഹിച്ചുകൊണ്ട് നടക്കുകയാണ്. കാര്യം എന്താ? മനസ്സിലെപ്പോഴും അവൻ്റെ ചിന്ത എന്താണ്? എനിക്കവരെ കൊല്ലണം, എൻ്റെ മിഷൻ ചെയ്യണം, ഇതാണ് മനസ്സിൽ. അപ്പോൾ ഇവന് ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് ഈ 1 മാസവും ജീവിക്കുന്നത് എങ്ങനെയാണ്? ഈ മരണം വഹിച്ചുകൊണ്ടാണ് അവൻ ജീവിക്കുന്നത്. പൗലോസ് ഇവിടെ പറയാണ്, യേശുവിൻ്റെ ജീവൻ നിങ്ങളുടെ മർത്യ ശരീരങ്ങളിൽ വാഴേണ്ടതിന് നിങ്ങൾ എപ്പോഴും എന്ത് ചെയ്യാണ്? യേശുവിൻ്റെ മരണം നിങ്ങൾ ശരീരത്തിൽ വഹിച്ചുകൊണ്ടിരിക്കുക. അതായത് ഇത്രയേ ഉള്ളൂ, ഞാനും നിങ്ങളും ഓരോ നിമിഷവും ജീവിക്കുന്നത് കർത്താവിൻ്റെ ഒരു ചാവേറുകളായിട്ടാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് വേണ്ടിയിട്ടല്ല, മറിച്ച് ഈ ജീവൻ എന്നിൽ വെളിപ്പെടാൻ വേണ്ടി കർത്താവേ, ഞാൻ എന്നെ മരണത്തിന് വിടാനായിട്ട് തയ്യാറായിരിക്കുന്നു എന്നുള്ള ബോധ്യത്തിൽ കൂടി ആയിരിക്കണം നമ്മുടെ ഓരോ ദിവസത്തെയും ജീവിതം എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ക്രിസ്തീയ ചാവേറായി ആരും കൊല്ലാൻ വേണ്ടിയല്ല, അവൻ്റെ ജീവൻ വെളിപ്പെടാൻ വേണ്ടി, ഈ ആത്മാവിൻ്റെ ശക്തി വെളിപ്പെടുത്താൻ വേണ്ടിയാണ് ഞാനും നിങ്ങളും ഓരോ ദിവസവും ജീവിക്കുന്നത് എന്ന ബോധ്യം എനിക്കും നിങ്ങൾക്കും ഉണ്ടായിരിക്കണം. അവൻ്റെ ജീവൻ ഈ മർത്യ ശരീരങ്ങളിൽ വാഴേണ്ടതിന്, ക്രിസ്തുവിൻ്റെ ജീവൻ വെളിപ്പെടാൻ വേണ്ടി മരണം വഹിക്കുന്നവരാണ് ഞാനും നിങ്ങളും എന്നുള്ള ബോധ്യം നമ്മുടെ ഉള്ളിലുണ്ടാകണം. ആത്മാവിനെ കിട്ടിയത് കൊണ്ടുള്ള ഗുണം ഇതാണ്. ജീവിച്ചിരിക്കുന്നതിനെ കുറിച്ചല്ല ചിന്തിക്കേണ്ടത്. പൗലോസ് പറയാണ്, എനിക്ക് മരിക്കുന്നത് ലാഭം, അല്ലേ? പൗലോസ് പറയാണ്, എനിക്ക് മരിക്കുന്നത് ലാഭമാണ്. പിന്നെ ജീവിച്ചിരിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകുന്നുണ്ടെങ്കിൽ മാത്രം ജീവിച്ചിരിക്കാനാണ് ഞാൻ എന്ത് ചെയ്യുന്നത്? ആഗ്രഹിക്കുന്നത്. എൻ്റെയും നിങ്ങളുടെയും നേട്ടമെന്ന് പറയുന്നത് ഒരുപാട് നാൾ ജീവിച്ചിരിക്കുന്നതിലല്ല നേട്ടമെന്ന് പറയുന്നത്, മറിച്ച് ജീവിച്ചിരിക്കുന്ന കാലത്തോളം ഈ നിക്ഷേപത്തിന് വാല്യൂ കൊടുത്ത് ജീവിക്കുന്നുണ്ടെങ്കിൽ അതിലാണ് ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത്. അതിനായി നമ്മുടെ ഹൃദയങ്ങളെ ദൈവത്തിലേക്ക് സമർപ്പിക്കാം, കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ ഏൽപ്പിക്കാം. വചനത്തിന് മുമ്പാണ് നമ്മുടെ ഹൃദയങ്ങളെ നമുക്ക് പകരാം. ഇന്ന് പകൽ കേട്ട, ഈ സന്ധ്യയിൽ കേട്ട വചനത്തിന് മുമ്പാകെ ഹൃദയങ്ങളെ നമുക്ക് പകരാം. ഏറ്റവും നിർണായകമായിരിക്കുന്ന, ഏറ്റവും പ്രധാനപ്പെട്ടതായ, ജീവിതത്തിൽ അനിവാര്യമായി സൂക്ഷിക്കേണ്ടുന്ന ചില
ചിന്തകളെയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന നിക്ഷേപം നമ്മുടെ മൺപാത്രങ്ങളിൽ തന്നിരിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് വാല്യൂ ഉള്ളവരായി തീർന്നത്, നിങ്ങൾ മൂല്യമുള്ളവരായി തീർന്നത്. ഈ മൂല്യം നിങ്ങളുടെ ഉള്ളിലുള്ള കാലത്തോളം ഞാനും നിങ്ങളും ഓർത്തിരിക്കേണ്ടുന്ന കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് പൗലോസ് അവിടെ പറഞ്ഞു തന്നിരിക്കുന്നത്. നമ്മളെല്ലാ വിധത്തിലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെങ്കിലും ഇടുക്കമില്ലാത്തവരായി തീരണം. ഇടുക്കം ജീവിതത്തിൽ ഒരിക്കൽ പോലും വരരുത്. കർത്താവിന് വേണ്ടി വാതിലുകൾ അടഞ്ഞു കിടക്കാൻ പാടില്ല. വീണ് കിടക്കുന്നവരാണെങ്കിലും നശിച്ചു പോകുവാനായിട്ട് പാടില്ല. ഉപദ്രവം അനുഭവിക്കുന്നവരെങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നവരല്ല എന്നുള്ള ബോധ്യത്തിൽ കൂടെ നമുക്ക് ജീവിക്കാനായിട്ട് കഴിയണം. ഈ ആത്മാവിൻ്റെ ശക്തി, ഈ അത്യന്ത ശക്തി ഈ മൺകൂടാരങ്ങളിൽ തന്നിരിക്കുന്ന കാലത്തോളം അതിന് വാല്യൂ കൊടുത്തുകൊണ്ട് ഒരു നല്ല ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ, വിശുദ്ധമായൊരു ജീവിതം നയിപ്പാൻ കർത്താവ് നമുക്ക് ഏവർക്കും കൃപ നൽകുമാറാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ ആശീർവാദത്തോടുകൂടെ ഞാൻ എൻ്റെ വാക്കുകൾ വിരമിക്കുന്നു. സമയം അനുവദിക്കുന്ന ദൈവദാസനോടും സഭയോടും നന്ദി അറിയിക്കുന്നു. കർത്താവ് നമ്മെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.